ബിഗ് ബോസ് ഹൗസിലേക്ക് ആര്യൻ വന്നു. അപ്പോൾ ആര്യൻ വന്നത് ഭയങ്കര വൈബ് പരത്തിക്കൊണ്ടാണ്, ഭയങ്കര ഡാൻസൊക്കെ ചെയ്ത് വളരെ ചില്ലായിട്ടാണ് ആര്യൻ വന്നത്. ആര്യൻ എപ്പോഴും അങ്ങനെയാണല്ലോ, എവിടെ നിന്നാലും അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കും. ആര്യൻ എന്ത് പറഞ്ഞാലും ഒരു ചിരിച്ച മുഖത്തോട് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ആര്യന് കരയുവാണോ ചിരിക്കുവാണോ ദേഷ്യപ്പെടുവാണോ എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. എപ്പോഴും ഒരു തമാശ പോലെ കാര്യം പറയത്തുള്ളൂ. അപ്പം ഹൗസിലേക്ക് വന്നു. അപ്പം ഹൗസിലുള്ള എല്ലാവർക്കും സന്തോഷം. അപ്പം ആര്യനാണെങ്കിൽ അത് ഓടി നടന്ന് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ചിലരെ കെട്ടിപ്പിടിക്കുന്നു, ചിലരോട് കുശലം പറയുന്നു. ഇനി അന്ന് വേണ്ട, ആര്യൻ അവിടെ ഒരു പ്രത്യേക വൈബ് ഉണ്ടാക്കുവാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അനു ഇങ്ങനെ മാറി നിൽപ്പുണ്ട്. അനു വന്ന് സംസാരിക്കുന്നില്ല. അപ്പം ആര്യം വന്ന് റെനെ കെട്ടിപ്പിടിക്കുന്നു, റെനയ്ക്ക് കൈ കൊടുക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ പ്രശ്നമാണല്ലോ, ആണും പെണ്ണും കെട്ടിപ്പിടിക്കുന്നതൊക്കെ പ്രശ്നമാണെന്നാണല്ലോ അനു പറയുന്നത്. പക്ഷേ ഇവിടെ ആര്യനാണ് എല്ലാവരും കെട്ടിപ്പിടിക്കുകയും കാര്യങ്ങൾ പറയുകയും സന്തോഷിക്കുകയും തുള്ളിച്ചാടുകയും. അതാണ് ശരിക്കും ഒരു ഗെയിമർ. കാരണം ഗെയിം കഴിഞ്ഞിട്ട് പോയല്ലോ, പിന്നെ റിയൽ ലൈഫല്ലേ, അപ്പം അതൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലോ. അപ്പം ഇവിടെ നോക്കി എല്ലാ പെൺകുട്ടികളുടെ നടുക്കാണ് ആര് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും എല്ലായിടത്തും നിൽക്കുന്നു. അപ്പോഴും അനു മാറി ഇങ്ങനെ നിൽക്കുക. അതുപോലെ അവിടെ ലക്ഷ്മിയും നെവിനും തമ്മിൽ ബഹളം ഉണ്ടാക്കി. അവർ ഭയങ്കര സന്തോഷം. അനു പിന്നെ വന്ന് ലക്ഷ്മിയോട് സംസാരിക്കുന്നു. ലക്ഷ്മിയോട് മാത്രമേ സംസാരിക്കുന്നത് ഞാൻ കാണുന്നുള്ളൂ. പിന്നെയും ആര്യൻ പെൺകുട്ടികളുടെ നടുക്ക് ഇങ്ങനെ നിൽപ്പുണ്ട്. എല്ലാവർക്കും സന്തോഷം ആര്യനെ കാണുമ്പോൾ. 23 വയസ്സുള്ള ചുള്ള ചെറുക്കനല്ലേ. അപ്പോൾ അവിടെ ആൾക്കാർ നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, എല്ലാവരും ആര്യം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് തന്നെ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം ഇങ്ങനെ നിന്നാ നോക്കിയേ, പിന്നെയും ആൾക്കാരോട് സംസാരിക്കും, കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അത് പിന്നെ ആര്യം വന്നിട്ട് നെവിനോടും ശാരിയോടും സംസാരിക്കുന്നത്. അപ്പം ഇവിടെ ആനു ലക്ഷ്മിയോട് സംസാരിക്കും. ഇവിടെ ആരുമില്ല, ക്യാപ്റ്റനില്ല, കുക്ക് ചെയ്യാൻ ആരുമില്ല, ഞാൻ കയറി കുക്ക് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിഭവം പറിച്ചില്ല. പിന്നെ ബിൻസി നേതൃത്വത്തിൽ അവിടെ സാബുമോൻ സംസാരിക്കുന്നു. പിന്നെയും ലക്ഷ്മിയോട് അനു. അപ്പം ലക്ഷ്മി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലക്ഷ്മി പറയാണ്, നീയായിട്ട് തന്നെ നിൽക്കുക. അപ്പം അതെന്തൊക്കെ പറഞ്ഞിട്ടാണ് അതങ്ങനെ പറഞ്ഞത്. പുള്ളിക്കാരിക്ക് ഇപ്പോഴും ചിന്തയാണ്. പിന്നെ ആര് നോക്കി റെനയുമായിട്ട് എന്തോ ഒരു അവരാണ് ഏറ്റവും ചെറിയ പ്രായക്കാർ, 23 വയസ്സും 19 വയസ്സും. അപ്പോൾ അവർ കെട്ടിപ്പിടിക്കുന്നതൊന്നും കുഴപ്പമില്ല. അവർ പ്രത്യേക സ്നേഹമാണ് അവരൊക്കെ തമ്മിൽ. അക്ബർ, ആര്യൻ, റേന അവരൊക്കെ ഒരു ഒരു ഗ്യാങ്ങാണ്. അതുപോലെ നെവിനും ബിന്നി അവിടെ പറയുന്നത് വെച്ചോ, നിനക്ക് മണി വീക്കിൽ ടാസ്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര കഷ്ടമായിപ്പോയി. നോക്കിയ ഒരു ഗെയിമർ അതാണ്, പുറത്ത് പോയിട്ടും അങ്ങനെ ഇവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള സങ്കടം. പിന്നെ അനു സംസാരിക്കുകയാണ് ജെസിനോടും ലക്ഷ്മിയോടും. എന്തൊക്കെയോ പറയുന്നുണ്ട്, മുഖത്തൊരു സന്തോഷമേ ഇല്ല. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ആര്യം പിന്നെയും ആദിലെ നൂറോട് സംസാരിക്കുക. നിങ്ങൾ എൻ്റെ സിസ്റ്റേഴ്സാണ്, അമ്മ പ്രത്യേകം നിങ്ങളോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. നോക്കിയേ, കെട്ടിപ്പിടിക്കുന്നു. അവിടെയൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും അല്ലേ കെട്ടിപ്പിടിക്കുന്നത്. നോക്കി എന്തൊരു സന്തോഷമാണ് ആര്യൻ്റെ മുഖത്ത്. നോക്കി ഇവർക്കും എന്തൊരു സന്തോഷം. ഒരു ബ്രദർലി ഫീലിങ്സ് അല്ലേ ഇതൊക്കെ. ഗെയിം കഴിഞ്ഞല്ലോ. നോക്കിയേ എന്ത് രസമായിട്ട് അവർ കെട്ടിപ്പിടിക്കുന്നത്. പിന്നെ ആര് ഇങ്ങനെ പോവുകയാണ്, അത് ഷാനവാസിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒളിച്ചുകളി നടത്തുന്നുണ്ട് ഷാനവാസ്, ആര്യൻ. ഓക്കെ, അവർ പ്രശ്നം അന്ന് പാലെറിഞ്ഞു ഷാനവാസ് അസുഖമായി വെളിയിലൊക്കെ പോയതിനു ശേഷമല്ലേ ആര്യൻ വെളിയിൽ. അപ്പോൾ ആര്യനൊരു സങ്കടമുണ്ട്. അപ്പോൾ ഷാനവാസിനെ ഇങ്ങനെ ഒളിച്ചു നിന്ന് നോക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. നിങ്ങളുടെ ഹാർട്ടൊക്കെ ഓക്കെ ആയോ, നിങ്ങൾ ചില്ലാണ്, ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് നിങ്ങളെ എന്ന് പറഞ്ഞാൽ മിസ് ചെയ്യുന്നത്. കാരണം ഒരു ഫാദർ ഫീലിംഗ് ആണ് നിങ്ങളെടുത്ത്. നിങ്ങൾ ടെൻഷനെല്ലാം മാറ്റി വെച്ചിട്ട് ചില്ലാവണം. പിന്നെ ആര്യം പറയുന്നത് നിങ്ങളൊരു ചാമ്പ്യൻ മെറ്റീരിയലാണ്. അപ്പോഴാണ് ഷാനവാസ് കണ്ണുനീര് വരുന്നുണ്ട് കണ്ണിൽ കൂടെ. അപ്പം കരയുമല്ല, എനിക്ക് സന്തോഷമാണ് എന്നാണ് ഷാനവാസ്. അപ്പം നോക്കി അവരൊക്കെ എന്ത് രസമായിട്ടാണ് പിന്നെ ഒരു കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോഴാണ് അനു അതുവഴി പോകുന്നത്. അപ്പം അനുവിനോട് ചോദിക്കുന്നു, ഹായ് അനു എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പം അനു അങ്ങോട്ട് വരുന്നു, അനുവിന് കൈ കൊടുക്കുന്നു. അപ്പം അനു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പിമ്പിൾ വന്നല്ലോ. അപ്പം ആരോ പിമ്പിൾ വന്ന് എന്നെ മിസ് ചെയ്തോടാ, ഞാൻ മിസ് ചെയ്തു. ഈ ഒരു ഡയലോഗ് ആരും എല്ലാവരോടും ചോദിക്കുന്നത്. അപ്പോഴും അനു പറയാണ്, എനിക്ക് ക്രഷ് തോന്നിയ പയ്യനല്ലേ. അയ്യോ, അപ്പം ആര്യനങ്ങ് വല്ലാതായി പോയതുപോലെ തോന്നി. കാരണം അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ, അതപ്പം നടന്നു, അത് പിന്നെയും കുത്തിപ്പോക്കേണ്ട കാര്യമില്ല. അനു ചിന്തിക്കുന്നത് അനു പറയുന്നതിനൊന്നും ഒരു പ്രശ്നമില്ലെന്നാണ്, എല്ലാവരും അങ്ങ് ഏറ്റെടുത്തോളൂന്ന്. അത് നല്ലതല്ലല്ലോ. അപ്പം ആര്യം പറയുന്നു, ഞാൻ കാലുമടക്കി അടിക്കുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നത് തിരിച്ചു പറ ചേച്ചിയാണെന്ന്. അപ്പോൾ ആര്യനൊരു പ്രാളം പോലെ. അപ്പോൾ ആര് പറയുന്നതൊന്നും ശരിയല്ലല്ലോ.